നമസ്കാരം. ഇന്ന് മെയ് 19 ഇ.കെ. നായനാർ ചരമദിനം. 2004 മെയ് 19 നായനാർ എന്ന രാഷ്ട്രീയ ചാണക്യൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 പതിറ്റാണ്ടുകൾ കടന്നുപോയി. 7 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കേരള സമൂഹത്തിൽ നിറഞ്ഞു നിന്ന നേതൃപാടവം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കാർഷിക പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് പറഞ്ഞറിയിക്കാൻ കഴിയും. തൊഴിലാളി വർഗത്തിന് എക്കാലത്തും ആവേശം പകർന്ന നേതാവ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ സംഘടനാ പാഠം, സ്വാതന്ത്ര്യ സമര സേനാനി, സംഘാടകൻ, പ്രഭാഷകൻ, പത്രപ്രവർത്തകൻ തുടങ്ങി എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു അദ്ദേഹം. 1980 മുതൽ 81 വരെയും 87 മുതൽ 91 വരെയും 96 മുതൽ 2001 വരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം 11 വർഷം മുഖ്യമന്ത്രിയായിരുന്നയാളാണ് ഇ.കെ. നായനാർ. കണ്ണൂരിലെ കല്യാശ്ശേരിയിൽ ഏറമ്പാല നാരായണിയമ്മയുടെയും ഗോവിന്ദൻ നമ്പ്യാരുടെയും രണ്ടാമത്തെ മകനായി 1918 ഡിസംബർ 9 ജനനം. കല്യാശ്ശേരിയിലും തളിപ്പറമ്പിലും വിദ്യാഭ്യാസം ചെയ്തു. 1958 KPR ഗോപാലന്റെ അനന്തരവൾ ശാരദയെ വിവാഹം ചെയ്തു. വിശ്രമമില്ലാത്ത പൊതുജീവിതത്തിനിടയിൽ കടുത്ത പ്രമേഹം നായനാരെ അലട്ടിയിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സക്കായി ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടർന്ന് മെയ് 19 നായനാർ അന്തരിച്ചു. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിച്ചു. തിരുവനന്തപുരത്തെ പൊതുദർശനത്തിന് ശേഷം സ്വദേശമായ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. മരണശേഷവും അദ്ദേഹത്തിന്റെ വിലാപയാത്ര കടന്നുപോയ വഴികൾ മാത്രം മതി നായനാർ എന്ന യുഗപുരുഷനെ അറിയാൻ. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തെ ഒരേയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, 6 അടി മണ്ണിൽ പയ്യാമ്പലത്ത് എന്നേക്കുമായുള്ള വിശ്രമം. ഇ.കെ. നായനാർ എന്ന ചരിത്ര പുരുഷനെ വർണ്ണിച്ചാൽ തീരില്ല. അതൊരു സാഹസമാകും. നായനാർ എന്ന അനശ്വര നേതാവിന് മുന്നിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു കണ്ണൂർ മൗണ്ടൻ.